നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ തേങ്ങ അരച്ച നല്ലൊരു പരിപ്പ് തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാനിവിടെ 3 തക്കാളി ആണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളിയാണ് എടുക്കേണ്ടത്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിയുക. ഈ കറിയിലേക്കായി ഒരു 150 ഗ്രാം പരിപ്പ് എടുത്ത് നല്ലതുപോലെ കഴുകി കുക്കറിലേക്ക് ഇടുക. പിന്നീട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇടുക. പിന്നീട് 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ഗ്ലാസ് വെള്ളം എന്നിവ ഒഴിച്ച് കുക്കർ മൂടി വെച്ച് വേവിക്കുക. ഒരു 3 വിസിൽ വരുന്നതുവരെ വേവിക്കണം. ചില പരിപ്പ് പെട്ടെന്ന് വേവുന്നതാണെങ്കിൽ അത് 2 വിസിൽ വന്നാൽ മതി. ഇനി അതിലേക്കുള്ള അരപ്പിനായി 1 കപ്പ് നാളികേരം, ഒരു 6 ചുവന്നുള്ളി, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ച് വയ്ക്കുക. ആവി പോയതിന് ശേഷം കുക്കർ തുറന്ന് ഈ കറി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം ഒഴിച്ച് ഇളക്കിയതിന് ശേഷം തിള വരുന്നത് വരെ ഗ്യാസിൽ വെച്ച് തിള വന്നു തുടങ്ങിയാൽ അത് ഇറക്കി വയ്ക്കുക. എന്നിട്ട് അത് വറവിടുന്നതിനായി ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നീട് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയാൽ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇടുക. എന്നിട്ട് അത് കുക്കറിലേക്ക് ഒഴിക്കുക. 5 മിനിറ്റ് മൂടി വയ്ക്കുക. മൂടി വെച്ചതിന് ശേഷം അത് ഒരു സെർവിങ് ബൗളിലേക്ക് ഒഴിക്കുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നല്ല ടേസ്റ്റുള്ള ഒരു പരിപ്പ് തക്കാളി കറിയാണിത്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക.